അപ്പൊ എഴുതിക്കോ ബംഗാൾ പാർട്ടീഷൻ. ബംഗാൾ പാർട്ടീഷൻ. ഓക്കെ, ബംഗാൾ പാർട്ടീഷൻ. ബംഗാൾ പാർട്ടീഷൻ നടക്കുന്നത് 1905 ബംഗാൾ പാർട്ടീഷൻ നടക്കുന്നത് എപ്പോഴാണ്? 1905. ബംഗാൾ പാർട്ടീഷൻ. ബംഗാളിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ബംഗാൾ പാർട്ടീഷൻ. വെസ്റ്റ് ബംഗാൾ എന്നും ഈസ്റ്റ് ബംഗാൾ എന്നും. ഓക്കെ, എങ്ങനെ? ബംഗാളിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. വെസ്റ്റ് ബംഗാൾ എന്നും ഈസ്റ്റ് ബംഗാൾ എന്നും. മുസ്ലിം പോപ്പുലേഷൻ കൂടിയ വെസ്റ്റ് ബംഗാൾ, സോറി, ഈസ്റ്റ് ബംഗാളും ഹിന്ദു പോപ്പുലേഷൻ കൂടിയ വെസ്റ്റ് ബംഗാളും എന്നിങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഡിവൈഡ് ചെയ്യുക മാത്രമല്ല മൈഗ്രേഷനും അലോ ചെയ്യും, മൈഗ്രേറ്റ് ചെയ്യാനും അലോ ചെയ്യും. ഓക്കെ, ഒന്നും ചോദിക്കില്ല. ബംഗാൾ പാർട്ടീഷൻ നിങ്ങൾക്കറിയാം. ബംഗാൾ പാർട്ടീഷൻ നടന്ന വർഷം എന്താണ്? 1905. 1905 വെസ്റ്റ് ബംഗാളിനെ രണ്ടായിട്ട് മുറിച്ചു. സോറി, ഇപ്പോഴത്തെ വെസ്റ്റ് ബംഗാൾ അല്ല, അന്നത്തെ ബംഗാളിനെ രണ്ടായിട്ട് മുറിച്ചു. വെസ്റ്റ് ബംഗാൾ എന്നും ഈസ്റ്റ് ബംഗാൾ എന്നും. ആ ഈസ്റ്റ് ബംഗാളാണ് പിന്നീട് പാകിസ്ഥാന്റെ കയ്യിലിരിക്കുകയും അതിനുശേഷം ബംഗ്ലാദേശ്, ഈസ്റ്റ് ബംഗാളാണ് ഇപ്പൊ ബംഗ്ലാദേശായിട്ട് മാറുകയും ചെയ്തത്. ഓക്കെ, അതുപോലെ ഈ ബംഗാൾ പാർട്ടീഷൻ നടക്കുമ്പോ, അല്ലെങ്കിൽ ഈ ബംഗാൾ പാർട്ടീഷൻ നടത്തിയത് ഏത് ഐഡിയോളജി പ്രകാരമാണ്, അല്ലെങ്കിൽ ഏത് പോളിസി പ്രകാരമാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഡിവൈഡ് ആൻഡ് റൂൾ എന്ന പോളിസി പ്രകാരമാണ്. ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഭരിക്കുക, ഡിവൈഡ് ആൻഡ് റൂൾ എന്ന പോളിസിയോട് കൂടിയാണ്. എന്നാൽ ഈ ബംഗാൾ പാർട്ടീഷൻ നടന്നപ്പോ എല്ലാവരും കുറെ പേര് ഒരുമിച്ച് കേട്ടോ ഈ ബംഗാൾ പാർട്ടീഷനെ എതിർക്കുകയും അതിനു വേണ്ടിയിട്ട് നമ്മൾ പറയുന്നുണ്ട്, ഡിസ്കസ് ചെയ്യും. പക്ഷെ ആക്ച്വലി ബംഗാൾ പാർട്ടീഷൻ അവർക്ക് ഉപയോഗമായോ എന്ന് ചോദിച്ചാൽ ഉപയോഗമായി. ബംഗാൾ പാർട്ടീഷൻ അവർക്ക് ഉപയോഗമായോ എന്ന് ചോദിച്ചാൽ ഉപയോഗമായി. കാരണം ബംഗാൾ പാർട്ടീഷനിലൂടെയാണ് പിന്നീട് പാകിസ്ഥാൻ വരുന്നത്, ബംഗ്ലാദേശ് വരുന്നത്, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ കാലം ഇവിടെ നിൽക്കാൻ കഴിഞ്ഞത് എല്ലാം ഈ ബംഗാൾ പാർട്ടീഷനോടുകൂടിയാണ്. ബംഗാൾ പാർട്ടീഷനോടുകൂടി അവർ വിചാരിച്ച കാര്യങ്ങളെല്ലാം നടന്നു. നമ്മൾ ഇതിനെ എതിർത്തുവെങ്കിലും, പ്രത്യക്ഷത്തിൽ എതിർത്തുവെങ്കിലും INC പോലും അവർക്ക് രണ്ടാക്കി മാറ്റാൻ പറ്റി. INC രണ്ടാക്കി മാറ്റും എന്ന് പറഞ്ഞാൽ INC മുസ്ലിം ലീഗായി മാറുമെന്നല്ല, INC തന്നെ, മുസ്ലിം ലീഗ് അല്ലാണ്ട് തന്നെ INC രണ്ടാക്കി മാറ്റാൻ ഈ ബംഗാൾ പാർട്ടീഷനിലൂടെ നടന്നു. ഈ ബംഗാൾ പാർട്ടീഷൻ അവരുടെ ഭാഗത്ത് നോക്കിയാൽ, അവരുടെ ചരിത്രത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അവർക്ക് വിജയമാണ്. ബംഗാൾ പാർട്ടീഷൻ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബംഗാൾ പാർട്ടീഷൻ ആരാണ് ചെയ്തത് എന്ന് ചോദിച്ചാല്, ബംഗാൾ പാർട്ടീഷൻ ചെയ്തത് ആരാണ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അനൗൺസ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാല്, ബംഗാൾ പാർട്ടീഷൻ ചെയ്തത് ആരാണെന്ന് ചോദിച്ചാല് കഴ്സൺ ആണ്. ആരാണ്? ലോർഡ് കഴ്സൺ. ആ സമയത്ത് വൈസ്രോയി അറ്റ് ദ ടൈം ഓഫ് ബംഗാൾ പാർട്ടീഷൻ എന്ന് ചോദിച്ചാൽ ആൻസർ വരിക ലോർഡ് കഴ്സൺ ആയിരിക്കും. ആര്? ലോർഡ് കഴ്സൺ. പക്ഷെ ഇതിലൊരു പ്രശ്നമുണ്ട്. പക്ഷെ ആൻസർ ഇതേ തരത്തുള്ളൂ കേട്ടോ, ഇതേ തരത്തുള്ളൂ. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാലേ, ഈ ബംഗാൾ പാർട്ടീഷൻ നിങ്ങൾക്കറിയാം, ഒരു നിയമം വന്നിട്ടാണ് ഇതെല്ലാം. ഒരു നിയമം ആദ്യം വരും, ഇത്രാം തീയതി മുതൽ ഇവിടെ ഈ രീതിയിലാണ് കാര്യങ്ങൾ നടക്കാൻ പോകുന്നത് എന്നൊരു നിയമം വരും, അല്ലെ? ആ നിയമം വരുത്തിയത് ലോർഡ് കഴ്സൺ ആണ്. ആരാണ്? കഴ്സൺ പ്രഭുവാണ്, ലോർഡ് കഴ്സൺ ആണ്. ആ സമയത്ത് വൈസ്രോയ് ലോർഡ് കഴ്സൺ ആണ്. അത് വരുന്നത് ജൂലൈ 20 ആണ്. എന്ന് ജൂലൈ 20 ഡേറ്റ് ഇമ്പോർട്ടന്റ് അല്ല, ഞാൻ പറയുന്നതാണ്. SSCക്ക് വലിയ ഇമ്പോർട്ടന്റ് അല്ല ഡേറ്റ്. ജൂലൈ 20 ബംഗാൾ പാർട്ടീഷൻ അനൗൺസ് ചെയ്യുന്നത്. ബംഗാൾ പാർട്ടീഷൻ അനൗൺസ് ചെയ്യുന്ന ഡേറ്റ് ആണ് ജൂലൈ 20 അനൗൺസ്. ഈ അനൗൺസ് ചെയ്തതിന് ശേഷം പുള്ളിക്കാരന്റെ കാലാവധി കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ പോയി കേട്ടോ. ആര്? ലോർഡ് കഴ്സന്റെ ടൈം പീരീഡ് കഴിഞ്ഞു, ടെന്യൂർ കഴിഞ്ഞു. ലോർഡ് കഴ്സന്റെ ടെന്യൂർ കഴിഞ്ഞിട്ട് ലോർഡ് കഴ്സൺ തിരിച്ചുപോയി. അപ്പൊ വേറൊരു വൈസ്രോയി ഇവിടെ വന്നു കേട്ടോ, വേറൊരു വൈസ്രോയി. ആ വൈസ്രോയുടെ പേരാണ് മിന്റോ സെക്കൻഡ്. മിന്റോ സെക്കൻഡ് ആണ് ഇത്. അങ്ങനെ പക്ക എടുത്ത് ചോദിക്കുവാണ്. ഓപ്ഷനിൽ മിന്റോ സെക്കൻഡും വരുവാണെങ്കിൽ മിന്റോ സെക്കൻഡ് ആൻസർ ചെയ്യണം. ഈ ഡേറ്റ് ഒക്കെ പറഞ്ഞിട്ട് ഈ പാർട്ടീഷൻ നടക്കുന്നത് ടുക്ക് എഫക്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെ? അല്ലെങ്കിൽ കെയിം ഇൻറ്റു എഫക്ട് എന്ന് പറയാം. അത് ഒക്ടോബർ 16 ആ സമയത്ത് വൈസ്രോയി മിന്റോ സെക്കൻഡ് ആണ്. അങ്ങനെ ഒക്ടോബർ 16 ആ സമയത്ത് വൈസ്രോയി ആരാണ്? മിന്റോ സെക്കൻഡ്. ഒന്ന് അറിഞ്ഞിരുന്നാ മതി. ഓക്കെ, അപ്പൊ ബംഗാൾ പാർട്ടീഷൻ അനൗൺസ് ചെയ്തിട്ട്, അല്ലെ നിയമം കൊണ്ടുവന്നിട്ട് ആര് പോയി? ലോർഡ് കഴ്സൺ പോയി.
പിന്നീടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് മിന്റോ സെക്കൻഡ് ആണ്. ബംഗാൾ പാർട്ടീഷൻ ഡിവൈഡ് അല്ലെങ്കിൽ ബംഗാൾ പാർട്ടീഷൻ നടക്കുന്ന സമയത്ത് അതായത് അത് കെയിം ഇൻ ടു ഫോഴ്സ്, അത് നടപ്പിലാക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? മിന്റോ സെക്കൻഡ് ആണ്. പക്ഷേ ചോദ്യം വന്നാല് ബംഗാൾ പാർട്ടീഷൻ കൊണ്ടുവന്നത് ആരാണെന്ന് ചോദിച്ചാല്, അല്ലെങ്കിൽ ബംഗാൾ പാർട്ടീഷൻ ചെയ്ത സമയത്ത് വൈസ്രോയ് ആരാണെന്ന് ചോദിച്ചാല് ലോർഡ് കഴ്സന് 90% ആൻസർ ആയിട്ട് വരത്തുള്ളൂ SSCക്ക്. അതൊന്ന് അറിഞ്ഞിരിക്കണം. അപ്പോ ബംഗാൾ പാർട്ടീഷൻ നടന്നത് 1905 ആണ്. ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി പ്രകാരം ലോർഡ് കഴ്സൺ ആണ് ഏത് ബംഗാൾ പാർട്ടീഷൻ കൊണ്ടുവരുന്നത്. വെസ്റ്റ് ബംഗാളിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ബംഗാളിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, വെസ്റ്റ് ബംഗാളെന്നും ഈസ്റ്റ് ബംഗാളെന്നും. ഓക്കെ, ഇത്രയും കാര്യം ഒന്ന് അറിഞ്ഞിരിക്കണം. എന്നാൽ കുറെ കാലം കഴിഞ്ഞിട്ട് ഈ ബംഗാൾ പാർട്ടീഷൻ എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു കേട്ടോ. ബംഗാൾ പാർട്ടീഷനെ ക്യാൻസൽ ചെയ്തു. ആ ക്യാൻസൽ ചെയ്ത വൈസ്രോയി ആണ് ലോർഡ് ഹാർഡിഞ്ചി സെക്കൻഡ്. ക്യാൻസൽ ചെയ്ത വൈസ്രോയി ആണ് ലോർഡ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഹാർഡിഞ്ചി സെക്കൻഡ്. ലോർഡ് ഹാർഡിഞ്ചി സെക്കൻഡ് ബംഗാൾ പാർട്ടീഷൻ ക്യാൻസൽ ചെയ്യുന്ന വർഷമാണ് 1911. പാർട്ടീഷൻ ഓഫ് ബംഗാൾ വാസ് ക്യാൻസൽഡ് ബൈ ലോർഡ് ഹാർഡിഞ്ചി സെക്കൻഡ്. വർഷം ഏതാണ്? വർഷം 1911. ഓക്കെ, അപ്പൊ 1905. പക്ഷെ ഇതിനിടയ്ക്ക് തന്നെ എല്ലാ കാര്യങ്ങളും നടന്നു കഴിഞ്ഞു. അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടന്നു. ഓക്കെ, പിന്നെ ഇത് ക്യാൻസൽ ചെയ്തിട്ടൊന്നും കാര്യമില്ല, അതിനു മുന്നേ തന്നെ സെപ്പറേറ്റഡ് ആയി. അപ്പൊ 1905 ബംഗാൾ പാർട്ടീഷൻ വരുന്നു. ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയാണ്. ലോർഡ് കഴ്സൺ ആണ് ആ സമയത്തെ വൈസ്രോയ്. എന്നാൽ ഇത് ക്യാൻസൽ ചെയ്യുന്ന, ബംഗാൾ പാർട്ടീഷൻ ക്യാൻസൽ ചെയ്ത വർഷമാണ് 1911. ആ സമയത്തെ വൈസ്രോയ് ആണ് ഹാർഡിഞ്ചി സെക്കൻഡ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിനെ കുറെ പേര് എതിർക്കണമല്ലോ. ആ സമയത്തെ ലീഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇതിനെ എതിർത്ത നേതാക്കന്മാരുണ്ടല്ലോ. അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓഗസ്റ്റ് 7. എങ്ങനെ ആ ഡേറ്റ് അറിഞ്ഞിരിക്കണം? ഓഗസ്റ്റ് 7. എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ വർഷം 1905 തന്നെയാണ്. 1905 നിങ്ങളെ ഈ ബംഗാൾ പാർട്ടീഷൻ അനൗൺസ് ചെയ്തത് ജൂലൈയിലാണ്. അപ്പൊ ഓഗസ്റ്റ് 7 ആയപ്പോ ഈ ബംഗാൾ പാർട്ടീഷന് എതിരായിട്ട് നമ്മുടെ ഇന്ത്യയിൽ നാഷണലിസ്റ്റ്, നമ്മുടെ ദേശീയവാദികൾ അല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഒരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ പേരാണ് സ്വദേശി മൂവ്മെന്റ്. എന്താണ്? സ്വദേശി മൂവ്മെന്റ്. അപ്പൊ സ്വദേശി മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് ഏതുമായി ബന്ധപ്പെട്ടാന്ന് ചോദിച്ചാൽ ബംഗാൾ പാർട്ടീഷനുമായി ബന്ധപ്പെട്ടാണ്. സ്വദേശി മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത വർഷമാണ് ഓഗസ്റ്റ് 7. ഇതിന്റെ സ്മരണയ്ക്കായിട്ട്, ഇതിന്റെ ഓർമ്മയ്ക്കായിട്ട് ഓഗസ്റ്റ് 7 നമ്മൾ നാഷണൽ ഹാൻഡ്ലൂം ഡേ ആയിട്ട് ആചരിക്കുന്നു. നാഷണൽ ഹാൻഡ്ലൂം ഡേ ആണ് ഓഗസ്റ്റ് 7. നാഷണൽ ഹാൻഡ്ലൂം ഡേ. അപ്പോ ഇങ്ങനെ ഒരു മൂവ്മെന്റ് കൊണ്ടുവന്നല്ലോ, സ്വദേശി അല്ലെ, സ്വദേശി എന്നുള്ള ആ ഒരു ടേമിലാണ് വരുന്നത് അല്ലെ, സ്വദേശി മൂവ്മെന്റ്. അപ്പൊ നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കും എല്ലാം നമ്മൾ ഇനി പ്രൊഡ്യൂസ് ചെയ്യണം എന്നൊരു ഐഡിയ അതിനകത്തുണ്ട് അല്ലെ. എല്ലാം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് അതിനകത്ത് ഒരു ഐഡിയ ഉണ്ട്. അപ്പൊ അങ്ങനെ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കുറച്ച് സ്റ്റാർട്ടപ്സ് ആ സമയത്ത് വന്നിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് സ്റ്റാർട്ടപ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ സ്വദേശി മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് നോക്കിക്കോളെ, വെസ്റ്റ് ബംഗാളിലാണല്ലോ ഇത് എല്ലാം നടക്കുന്നത്. എവിടെയാണ്? ബംഗാൾ. ഡൽഹിയിലോട്ടൊന്നും വന്നിട്ടില്ല. ബംഗാളില് എന്ന് പറഞ്ഞാൽ ബംഗാളിൽ മാത്രമേ ഉള്ളൂ എന്നല്ല ഞാൻ പറയും. ബംഗാളായിരുന്നു ആ സമയത്ത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം, ആ ക്യാപിറ്റൽ പിന്നീട് ബംഗാളിൽ നിന്ന് ഡൽഹിയിലോട്ട് മാറ്റുകയാണ്. എല്ലാം ബംഗാളിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മൂവ്മെന്റ്സും നാഷണൽ മൂവ്മെന്റുകളും എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യത്തെ കാലത്തെല്ലാം എവിടെയായിരുന്നു? ബംഗാളിലായിരുന്നു. ഇത് ബംഗാളിലാണ് പാർട്ടീഷൻ നടക്കുന്നത്. ബംഗാളില് ഒരു കെമിക്കൽ ഫാക്ടറി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ബംഗാളില് ഒരു കെമിക്കൽ ഫാക്ടറി അല്ലെങ്കിൽ ഒരു കെമിക്കൽ സ്റ്റോർ എസ്റ്റാബ്ലിഷ് ചെയ്യണം. കെമിക്കൽ ലബോറട്ടറി എസ്റ്റാബ്ലിഷ് ചെയ്യണം. കെമിക്കൽ അത് ആരാണെന്ന് ചോദിച്ചാല് അദ്ദേഹത്തിന്റെ പേരാണ് PC റോയ്. ആര്? PC റോയ്, ഫാദർ ഓഫ് ഇന്ത്യൻ കെമിസ്ട്രി. ആരാണ് ഇദ്ദേഹം? ഫാദർ ഓഫ് ഇന്ത്യൻ കെമിസ്ട്രി. എന്താണ് ഇദ്ദേഹം സ്ഥാപിക്കുന്നത്? ഒരു കെമിക്കൽ ഫാക്ടറി എന്ന് ഞാൻ ഇവിടെ എഴുതാം, കെമിക്കൽ ലബോറട്ടറി എന്ന് എഴുതാം.
ഓക്കെ. അപ്പൊ ഇവിടെ ബംഗാളില് കെമിക്കൽ ഫാക്ടറി കെമിക്കൽ ലബോറട്ടറി സ്ഥാപിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അതെ, എല്ലാം സ്വദേശി മൂവ്മെന്റുമായി സ്വദേശി മൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം ഇനി പറയുന്നതെല്ലാം സ്വദേശി മൂവ്മെന്റിനുമായി ബന്ധപ്പെട്ടതാണ്. കെമിക്കൽ ഫാക്ടറി സ്ഥാപിക്കുന്ന ആളാണ് ആര്? PC റോയ്. PC റോയ് അദ്ദേഹം അറിയപ്പെടുന്നത് ഫാദർ ഓഫ് ഇന്ത്യൻ കെമിസ്ട്രി എന്നാണ്. ഫാദർ ഓഫ് ഇന്ത്യൻ കെമിസ്ട്രി എന്നാണ്. നോയിക്കൊള്ളേ, വേറൊരാളുണ്ട്. അദ്ദേഹം എന്ത് ചെയ്യുമെന്നറിയോ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. ഒരു സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിക്കുകയാണ്. എന്താണ്? ഒരു സ്റ്റീം നാവിഗേഷൻ കമ്പനി. സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേരാണ് വി ഒ ചിദംബരം പിള്ളൈ. ആരാണ്? വി.ഒ. ചിദംബരം പിള്ളൈ. അദ്ദേഹം അറിയപ്പെടുന്നത് കപ്പലോട്ടിയ തമിഴൻ എന്നാണ്. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്ന ആളാണ് ആര്? വി.ഒ. ചിദംബരം പിള്ളൈ. വി.ഒ. ചിദംബരം പിള്ളൈ. വി.ഒ. ചിദംബരം പിള്ളൈ അദ്ദേഹം സ്ഥാപിക്കുന്ന എല്ലാം സ്വദേശി മൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ് വി.ഒ. ചിദംബരം പിള്ളൈ സ്ഥാപിക്കുന്നത്. സ്റ്റീം നാവിഗേഷൻ കമ്പനിയാണ്. എന്താണ്? സ്റ്റീം നാവിഗേഷൻ കമ്പനി. സ്റ്റീം നാവിഗേഷൻ കമ്പനി. സ്റ്റീം നാവിഗേഷൻ കമ്പനി. നോയിക്കൊള്ളേ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ടിസ്കോ. ടിസ്കോ. ടിസ്കോ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ്. ടാറ്റയാണ്. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ നിങ്ങൾ വിചാരിച്ചാൽ മതി. ടാറ്റയാണ് ടിസ്കോ ആരംഭിക്കുന്നത്. എന്താണ്? അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ് ടാറ്റ. വർഷം അറിഞ്ഞിരിക്കണം, 1907. ഇത് മാത്രം വർഷം കൂടെ അറിഞ്ഞിരിക്കണം. ടിസ്കോ ആരംഭിച്ച വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 1907 ആണ്. ടിസ്കോ ആരംഭിച്ച വർഷം ഏതാണ്? 1907. ടാറ്റയാണ്. ടാറ്റ. ഓക്കെ. അപ്പൊ ഇദ്ദേഹം സ്ഥാപിച്ചതാണ് ഏത്? ടിസ്കോ. അപ്പൊ ഇത് അറിഞ്ഞിരിക്കണേ. നോയിക്കൊള്ളേ, ഒരു ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്യണം. ആ ഓർഗനൈസേഷൻ ഈ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കില്ല. ആളുടെ പേരാണെങ്കിലും ഈ ഓർഗനൈസേഷൻ ആണെങ്കിലും ആ ഓർഗനൈസേഷന്റെ പേരാണ് സ്വദേശി ബാന്ധവ സമിതി. സ്വദേശി ബാന്ധവ സമിതി. സ്വദേശി ബാന്ധവ സമിതി. സ്വദേശി ബാന്ധവ സമിതി ആരംഭിക്കുന്ന വ്യക്തിയുടെ പേര് ചോദിച്ചാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത പേരായിരിക്കും. അദ്ദേഹത്തിന്റെ പേരാണ് AK ദത്ത് അല്ലെങ്കിൽ അശ്വിനി കുമാർ ദത്ത്. അശ്വിനി കുമാർ ദത്ത്. അശ്വിനി കുമാർ ദത്ത്. AK ദത്ത്. ഓക്കെ. AK ദത്ത്. അപ്പോ സ്വദേശി ബാന്ധവ സമിതി ഒരു ഓർഗനൈസേഷൻ ആണ്. അത് ഫോം ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അശ്വിനി കുമാർ ദത്ത്. അത് അറിഞ്ഞിരിക്കണം. അപ്പോ August 7, 1905 സ്വദേശി മൂവ്മെന്റ് ആരംഭിക്കുന്നു. സ്വദേശി മൂവ്മെന്റിന്റെ വേറൊരു പേരാണ് വന്ദേ മാതരം മൂവ്മെന്റ്. വന്ദേ മാതരം മൂവ്മെന്റ് വേറൊരു പേരാണ്. ഓക്കെ. അപ്പോ ഈ സ്വദേശി മൂവ്മെന്റിന്റെ August 7, 1905 ആണ്. August 7 വളരെ ഇമ്പോർട്ടന്റ് ആണ്. നാഷണൽ ഹാൻഡ്ലൂം ഡേ. അതിന് കാരണം എന്താണെന്നറിയോ? ഈ സ്വദേശി മൂവ്മെന്റിന്റെ സിമ്പല് എന്തായിരുന്നു ചോദിച്ചാൽ ചർക്കയാണ്. ഗാന്ധിജി ചർക്കയില്ലേ? ആ ഗാന്ധിജി അവിടെ ഇല്ല. ഗാന്ധിജി ഈ സീനിലേ ഇല്ല. ആ ചർക്ക മാത്രമേ സീനിലുള്ളൂ. ചർക്കയായിരുന്നു ഇവിടെ സിമ്പല്. ചർക്ക അറിയാലോ നിങ്ങൾക്ക്? അതെ, ചർക്ക. അപ്പൊ ചർക്കയായിരുന്നു ഇതിന്റെ സിമ്പിൾ. അതുകൊണ്ട് അതിന്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് നാഷണൽ ഹാൻഡ്ലൂം ഡേ ആയിട്ട് ഈ August 7 ആചരിക്കാൻ തുടങ്ങിയത്. നാഷണൽ ഹാൻഡ്ലൂം ഡേ ആയിട്ട് August 7 ആചരിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ടേ ഫാദർ ഓഫ് ഇന്ത്യൻ കെമിസ്ട്രി എന്നറിയപ്പെടുന്ന PC റോയ് ആണ്. അദ്ദേഹം സ്ഥാപിച്ചത് ഒരു കെമിക്കൽ ഫാക്ടറിയാണ്. അപ്പൊ അത് ഒന്നുകിൽ അങ്ങനെ ചോദിക്കാം, ഇല്ലെങ്കിൽ ഫാദർ ഓഫ് ഇന്ത്യൻ കെമിസ്ട്രി ആ രീതിയിൽ ചോദിക്കാം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ സ്റ്റീം നാവിഗേഷൻ കമ്പനി അത് ആരംഭിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ VOC ആണ്. VOC എന്നറിയപ്പെടും. വി.ഒ. ചിദംബരം പിള്ളൈ. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്ന ആളാണ് വി.ഒ. ചിദംബരം പിള്ളൈ.
ടിസ്കോ സ്ഥാപിക്കുന്നത് ടാറ്റയാണ്. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ്. 1907 ആണ്. ഇതിലെ വർഷമാണ് ഇമ്പോർട്ടന്റ്. ഈ ഇയർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ സ്വദേശി ബാന്ധവ സമിതി ആരംഭിക്കുന്നത് അശ്വിനി കുമാർ ദത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അശ്വിനി കുമാർ ദത്ത്. നോയിക്കൊള്ളേ, ഇതുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് ആരുണ്ട്? രവീന്ദ്രനാഥ ടാഗോർ ഉണ്ട്. ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോർ ഒരു ഐഡിയ മുന്നോട്ട് വെക്കുകയാണ്. അതിന്റെ പേരാണ് രക്ഷാബന്ധൻ. അങ്ങനെ രക്ഷാബന്ധൻ. രക്ഷാബന്ധൻ ഡേ ആയിട്ട് ഇത് came into effect October 16 അല്ലേ? 1905 October 16 രക്ഷാബന്ധൻ ഡേ ആയിട്ട് ആചരിക്കാൻ തീരുമാനിച്ചു. 1905 October 16 രക്ഷാബന്ധൻ ഡേ ആയിട്ട് ആചരിക്കാൻ തീരുമാനിച്ചു. ഈ ബംഗാൾ പാർട്ടീഷനായിട്ടുള്ള എതിർപ്പ് കാരണം. ഈ ഐഡിയ മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ടാഗോറിനെ അറിയാലോ നിങ്ങൾക്ക്. ടാഗോർ ഏഷ്യയിൽ നിന്നും നൊബേൽ പ്രൈസ് നേടിയ ആദ്യത്തെ വ്യക്തിയാണ് രവീന്ദ്രനാഥ ടാഗോർ. ഏഷ്യയിൽ നിന്നും നൊബേൽ പ്രൈസ് നേടിയ ആദ്യത്തെ വ്യക്തിയാണ് ആര്? രവീന്ദ്രനാഥ ടാഗോർ. രക്ഷാബന്ധൻ ഡേ 1905 October 16 ആചരിക്കാം എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആര്? രവീന്ദ്രനാഥ ടാഗോർ. രക്ഷാബന്ധൻ ഡേ ആചരിച്ചത് എന്നാന്ന് ചോദിച്ചാൽ 1905 October 16 എന്ന October 16. അതുപോലെ തന്നെ ഇദ്ദേഹം വേറൊരു കാര്യം കൂടെ ചെയ്തു. വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇദ്ദേഹം ഒരു സോങ് എഴുതി കേട്ടോ. ഒരു സോങ് എന്തുമായി ബന്ധപ്പെട്ട്? ഈ ബംഗാൾ പാർട്ടീഷനുമായി ബന്ധപ്പെട്ട് ഒരു സോങ് രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയിട്ടുണ്ട്. ആ സോങ്ങിന്റെ പേരാണ് അമർ സോനാർ ബംഗാള, അല്ലെങ്കിൽ അമർ സോന ബംഗാള എന്നാണ് ഞാൻ വായിക്കുന്നത്. പക്ഷെ എഴുതുമ്പോ ബംഗാള എന്നാണ്. അമർ സോന ബംഗ്ല. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ബംഗ്ലാദേശിന്റെ നാഷണൽ സോങ് ആണ് ഇത്. ബംഗ്ലാദേശിന്റെ നാഷണൽ സോങ് ഏതാണ്? അമർ സോന ബംഗ്ല. ബംഗ്ലാദേശിന്റെ നാഷണൽ സോങ് ആണ് അമർ സോന ബംഗ്ല. അത് എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ രവീന്ദ്രനാഥ ടാഗോർ ആണ്. ബംഗാൾ പാർട്ടീഷനുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് അദ്ദേഹം രചിച്ച കവിതയാണ്, അല്ലെങ്കിൽ സോങ് ആണ് ഇത് അമർ സോന ബംഗ്ല. ഈ October 16 രക്ഷാബന്ധൻ ഡേ ആയിട്ട് ആചരിക്കണമെന്ന് രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞല്ലോ. ഇതേപോലെ വേറൊരു ആരാണ് പറഞ്ഞെന്നല്ല പറയുന്നത്, വേറൊരു ഡേ ആയിട്ടും ഈ ദിവസം ആചരിച്ചു ആര്? ആ സമയത്തെ നാഷണലിസ്റ്റ് ഇതേ ദിവസം October 16 വേറൊരു പേരിലും കൂടെ ആചരിച്ചു. അതെന്ന് വെച്ചാല് ദ ഡേ ഓഫ് മോർണിംഗ്. ദ ഡേ ഓഫ് ഏതാണ്? October 16 ആണ്. 1905 October 16. ഈ കാര്യം കൂടി അറിഞ്ഞിരിക്കണം. ഓക്കെ. അപ്പോ രവീന്ദ്രനാഥ് ടാഗോറുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് 3 കാര്യമാണ്. ഒന്ന്, രക്ഷാബന്ധൻ ഡേ, അത് ആചരിക്കണമെന്ന് പറഞ്ഞത് രവീന്ദ്രനാഥ് ടാഗോർ ആണ്. അത് ആചരിച്ച ഡേറ്റ് 1905 October 16 ആണോ? 1905 October 16 ആണ്. അദ്ദേഹം എഴുതിയ സോങ് ആണ് അമർ സോന ബംഗ്ല. അതിന്റെ പ്രത്യേകത ബംഗ്ലാദേശിന്റെ നാഷണൽ സോങ് ആണ് അമർ സോന ബംഗ്ല. അതിനു പുറമെ രക്ഷാബന്ധൻ ഡേ ആയിട്ട് ആചരിക്കുന്നതിന് പുറമെ ദ ഡേ ഓഫ് മോർണിംഗ് എന്നുള്ള പേരിലും കൂടി ഇതേ ദിവസം ആചരിച്ചിട്ടുണ്ട് ആ സമയത്ത്. ഓക്കെ. പ്രതിഷേധിക്കുന്നതാണ്. ഇതെല്ലാം പ്രതിഷേധമാണ്. ആ സമയത്ത് പ്രതിഷേധമാണ്. നോക്കല്ലേ. വേറെ 1-2 കാര്യങ്ങളും കൂടി പറയാനുണ്ട്. അത് പക്ഷെ INC-യുമായി ബന്ധപ്പെട്ടാണ്. ഈ സമയത്തെ കാര്യങ്ങളാണ്. ഈ 1905 INC സെഷൻ കൂടി. ചോദിച്ചോ. ഈ ഡേ ഓഫ് മോർണിംഗ് ജനങ്ങള് മീൻസ് ആ സമയത്തെ നാഷണലിസ്റ്റുകൾ
ഈ ഇങ്ങനെ ദ ഡേ ഓഫ് മോർണിംഗ് എന്നും ആചരിച്ചു എന്നറിഞ്ഞാൽ മതി. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? വിഷമം, വിലാപ ദിനം, ഓ, അതാണ് അതിന്റെ മീനിങ് വരുന്നത്. ഓക്കെ. ശരി. അങ്ങനെ ഇതേ വർഷം 1905 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം കൂടുമല്ലോ. സമ്മേളനം കൂടിയിട്ടുണ്ട്. ആ സമ്മേളനത്തിന്റെ വർഷമാണ് 1905. ഓക്കെ, 1905 സമ്മേളനം കൂടിയിട്ടുണ്ട്. എവിടെ വെച്ചായിരുന്നു സമ്മേളനം കൂടിയത്? എവിടെ വെച്ചായിരുന്നു സെഷൻ നടന്നത്? ബനാറസ് അല്ലെങ്കിൽ വാരണാസി സെഷനാണ്. അതുപോലെ യുപിയിലെ ബനാറസിൽ വെച്ചാണ് ഈ സെഷൻ നടക്കുന്നത്. ഈ സെഷനിലെ പ്രസിഡന്റ് ആണ് ഗോപാലകൃഷ്ണ ഗോഖലെ. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ? ഇദ്ദേഹമാണ് ഗാന്ധിജിയുടെ പൊളിറ്റിക്കൽ ഗുരു. ആണ്, പൊളിറ്റിക്കൽ ടീച്ചറാണ് ആര്? ഗോപാലകൃഷ്ണ ഗോഖലെ. സ്പിരിച്വൽ ഗുരു ആരാണ്? ടോൾസ്റ്റോയ് അല്ലേ? ഗോഖലെ, ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഈ സമയത്ത് പ്രസിഡന്റ്. അപ്പോ ഈ സമയത്ത് ഇവിടെ വെച്ചാണ്, ഈ സെഷനിലാണ് അല്ലെങ്കിൽ ഈ INC സെഷനിലാണ് ചോദ്യം ഇങ്ങനെയാണ്: The term Swadeshi was first coined in which session? 1905 Banaras session. The term Swadeshi നമ്മുടെ സ്വദേശി എന്നുള്ള ടേം, സ്വദേശി എന്നുള്ള ടേം കോയിൻ ചെയ്തു. ഈ ടേം കോയിൻ ചെയ്തു. നോയിക്കൊള്ളേ, ഇത് ആരായിരിക്കണേ? ഗോപാലകൃഷ്ണ ഗോഖലെ അല്ലെ? ഗോപാലകൃഷ്ണ ഗോഖലെ. പാവങ്ങളിൽ പാവം, മിതവാദി. ഓക്കെ, എക്സ്ട്രീമിസ്റ്റും ഉണ്ട്, മോഡറേറ്റ്സ് ഉണ്ട് അല്ലെ? മോഡറേറ്റ് ആണ് ആര്? ഗോപാലകൃഷ്ണ ഗോഖലെ. മോഡറേറ്റ്. ഈ സമയത്തെ പ്രശ്നം എന്താ? ഇവിടെ പാർട്ടീഷൻ നടന്നു. ഈ INC സെഷൻസിൽ കുറച്ചു പേര് പങ്കെടുക്കാൻ വരും. അത് അവരുടെ പേരാണ് ബാലഗംഗാധർ തിലക്, ലാല ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ. ഞാൻ 3 പേരുടെ പേരാണ് പറഞ്ഞത്. ലാല ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധർ തിലക്. ഓക്കെ, ഇവര് 3 പേരും പങ്കെടുക്കാൻ വരും. ഇവര് 3 പേരും അല്ലേ? ഇവര് 3 പേരുടെ പേര് ഞാൻ ഇപ്പൊ പറഞ്ഞതേ. ഇതുപോലെ ഇതേ ഐഡിയോളജി ഉള്ള ഒരുപാട് പേരുണ്ട്. ഇവരുടെ പ്രത്യേകത എന്താണ്? ഇവര് എക്സ്ട്രീമിസ്റ്റുകളാണ് അല്ലെ? ഇവര് എക്സ്ട്രീമിസ്റ്റ് ആണ്. എക്സ്ട്രീമിസ്റ്റ് ഉണ്ടെന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിപ്ലവകാരികളാണെന്ന് വിചാരിക്കാം. വിപ്ലവത്തിലൂടെ സ്വാതന്ത്ര്യം നേടാം എന്നുള്ള ഐഡിയോളജി ഉള്ളവരാണ്. ഓക്കെ, അപ്പുറത്താണെങ്കിലോ നമുക്ക് സമാധാനത്തിൽ പതുക്കെ സ്വാതന്ത്ര്യം നേടാം എന്നുള്ള പതുക്കെ സ്വാതന്ത്ര്യം നേടാമെന്നല്ല, നമുക്ക് സമാധാനത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോയി സ്വാതന്ത്ര്യം നേടാം എന്നുള്ളവരാണ് മോഡറേറ്റ്സ്. ശ്രദ്ധിച്ചോളെ, 1905 ബനാറസ് സെഷനിൽ വന്നിട്ട് എക്സ്ട്രീമിസ്റ്റുകള് വളരെ ഉച്ചത്തിൽ എന്ന് പറഞ്ഞാൽ വളരെ ഹാർഷായിട്ട് ഇതിനെതിരെ പ്രതികരിക്കാത്തതിന്, അതായത് ഈ ബംഗാൾ പാർട്ടീഷനെതിരെ പ്രതികരിക്കാത്തതിന്, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയൊന്നും ചെയ്താൽ പോരാ, നമ്മൾ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് മൂവ്മെന്റ് നടത്തണം എന്നുള്ള രീതിയിൽ സംസാരിച്ചു. പക്ഷെ സെഷൻ ഇരിക്കുന്നത് മോഡറേറ്റ്സിന്റെ കയ്യിലാണ്. അപ്പൊ സ്പ്ലിറ്റ് വന്നിട്ടില്ല. മോഡറേറ്റ്സിന്റെ കയ്യിലാണ് സെഷൻ ഇരിക്കുന്നത്. തള്ളിക്കളയും. അവർ കൊണ്ടുവരുന്ന കാര്യങ്ങളല്ല, അവർ കൊണ്ടുവരുന്ന ഐഡിയോളജീസ് എല്ലാം തള്ളിക്കളയും. കാരണം അവരുടെ എല്ലാം എക്സ്ട്രീം എന്താ പറയാ, കുറച്ച് വയലൻസ് ഒക്കെ ഉള്ള കാര്യങ്ങളാണ് അവര് മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ അതെല്ലാം തള്ളിക്കളയും. തൊട്ടടുത്ത വർഷം വീണ്ടും സെഷൻ കൂടി. 1906 സെഷൻ നടക്കുന്ന കൽക്കട്ടയിലാണ്. പ്രത്യേകത എന്താണ്? ആരാണ് കൽക്കട്ടയിലെ 1906 ആരാണ്? ദാദാഭായ് നൗറോജി. പ്രത്യേകത എന്താണ്? INCയിലെ മൂന്ന് തവണ അടുപ്പിച്ചല്ല, 3 തവണ പ്രസിഡന്റ് ആവുന്ന ആദ്യത്തെ വ്യക്തിയാണ് ആര്? ദാദാഭായ് നൗറോജി. 3 തവണ പ്രസിഡന്റ് ആവുന്ന ആദ്യത്തെ വ്യക്തിയാണ് ആര്? ദാദാഭായ് നൗറോജി. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ദാദാഭായ് നൗറോജി. ഓക്കെ, ആ വർഷം നിങ്ങൾക്ക് അറിയാലോ. വർഷം 86, 93, 1906.
1886, 1893, 1906 കൽക്കട്ട സെഷൻ. 1906 കൽക്കട്ട സെഷൻ. അപ്പൊ ഈ കൽക്കട്ട സെഷൻ നടക്കുവാണേ. ഈ കൽക്കട്ട സെഷൻ നടക്കാൻ നേരത്ത് പ്രത്യേകത എന്താണെന്നറിയോ? ഈ സെഷനിൽ വെച്ചാണ് സ്വദേശി എന്നുള്ള ടൈം പറഞ്ഞിരുന്ന നേരത്തെ സ്വരാജ് ദ ടൈം സ്വരാജ് കോയിൻ ചെയ്തു. ദ ടൈം സ്വരാജ് വാസ് ഫസ്റ്റ് കോയിൻഡ്. The term Swaraj was first coined in which INC session എന്ന് ചോദിച്ചാൽ ഏത് INC സെഷൻ ആണ്? 1906 കൽക്കട്ട സെഷൻ ആണ്. 1906 കൽക്കട്ട സെഷൻ ആണ്. കൽക്കട്ട സെഷൻ. ഓക്കെ, ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? 1906 ഈ സമയത്താണ് മുസ്ലിം ലീഗ് ഫോം ചെയ്യുന്നത്. മുസ്ലിം ലീഗ് ഫോം ചെയ്യുന്ന വർഷം ഏതാണെന്ന് ചോദിച്ചാല് മുസ്ലിം ലീഗ് ഫോം ചെയ്യുന്ന വർഷം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? 1906 ആണ്. 1906 കൽക്കട്ട സെഷൻ. അപ്പൊ മുസ്ലിം ലീഗ് ഫോം ചെയ്യുമ്പോൾ ആരായിരുന്നു INCയുടെ പ്രസിഡന്റ് ചോദിച്ചാൽ ആരെന്ന് പറയണം? ദാദാഭായ് നവറോജി എന്ന് പറയണം. അത് വേറൊരു ടോപ്പിക്കാണ്. മുസ്ലിം ലീഗ് 1906 ആണ് മുസ്ലിം ലീഗ് ഫോം ചെയ്തത്. അപ്പോ 1905 ബംഗാൾ പാർട്ടീഷന്റെ ഒന്നാമത്തെ ഗോള് അച്ചീവ് ആയി. മുസ്ലിം ലീഗ് ഫോം ചെയ്തു. ഈ സമയത്തും ആര് വരുന്നു? ലാൽ ബാൽ പാൽ വരുന്നു. ഈ സമയത്ത് ആക്ച്വലി ഉണ്ടല്ലോ ബാലഗംഗാധർ തിലകിന് സംസാരിക്കാൻ പോലും അവസരം കൊടുത്തില്ലെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ചിലപ്പം ഇത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും രീതിയിൽ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് സ്റ്റോറി വരുന്നതായിരിക്കാം, പഠിപ്പിച്ചതായിരിക്കാം. എന്തായാലും നിങ്ങൾ അങ്ങനെ തന്നെ വിചാരിച്ചാൽ മതി. ഈ സമയത്ത് ബാലഗംഗാധർ തിലകിന് സംസാരിക്കാൻ പോലും മൈക്ക് പോലും കിട്ടിയില്ല. സംസാരിക്കാൻ പോലും സമ്മതിച്ചില്ല ഈ സെഷനകത്ത് വെച്ച്. മാത്രവുമല്ല ഗോപാലകൃഷ്ണ ഗോഖലെ പോലെ തന്നെ പാവമായിട്ടുള്ള ദാദാഭായ് നവറോജി എന്തായി? ഈ സമയത്തെ INC പ്രസിഡന്റ് ആയിട്ട് മാറി. 1906 തൊട്ടടുത്ത വർഷം 1907 INCയുടെ സെഷൻ കൂടി. 1907 INCയുടെ സെഷൻ കൂടി. സെഷൻ എവിടെ വെച്ചാൽ നടന്നതെന്നറിയോ? സൂറത്ത്, ഡയമണ്ട് സിറ്റി എന്നറിയപ്പെടുന്ന സൂറത്തിൽ വെച്ചിട്ടാണ് സെഷൻ കൂടുന്നത്. ഡയമണ്ട് സിറ്റി എന്നറിയപ്പെടുന്ന സൂറത്തിൽ വെച്ചിട്ട് റാഷ് ബിഹാരി ഘോഷ് പിന്നീട് ചേഞ്ച് ആവുമെങ്കിലും ഈ സമയത്ത് മോഡറേറ്റ് ആയിരുന്നു. ഈ സമയം കൂടെ ആയപ്പോ ഇതും കൂടെ ആയപ്പോ അവർക്ക് പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. ആർക്ക്? എക്സ്ട്രീമിസ്റ്റിന്. അവര് INC നിന്ന് ഇറങ്ങിപ്പോയി. അല്ല, അത് മാത്രമല്ല എന്തോ ഒരു ചതിയും കൂടെ ഉണ്ട് അതിൽ. കാരണം നാഗ്പൂരിൽ വെച്ച് നടക്കേണ്ട സെഷൻ അത് സൂറത്തിലോട്ട് മാറ്റുകയാണ് ചെയ്തത്. കാരണം നാഗ്പൂർ വെച്ച് നടന്നു കഴിഞ്ഞാൽ ബാലഗംഗാധർ തിലകനാവും ഉറപ്പായിരുന്നു. കാരണം സ്വന്തം പ്രൊവിൻസിൽ നിൽക്കുമ്പോൾ അവർക്ക് ആവാൻ പറ്റത്തില്ല. അതുകൊണ്ട് ബാലഗംഗാധരന്റെ പ്രൊവിൻസിലോട്ട് മാറ്റിയത് എന്തോ ആണ്. ഓക്കെ. അപ്പൊ എന്തായാലും അപ്പൊ ആ ഒരു ചതിയും കൂടെ ആയതോടെ അവര് പോകും. അങ്ങനെ ഒരു ഇൻസിഡന്റും കൂടെ നടന്നത് കാരണം ഈ സെഷനിൽ വെച്ച് രണ്ടായിട്ട് ഡിവൈഡായി. നമ്മുടെ INC രണ്ടായിട്ട് ഡിവൈഡായി. അവരുടെ ബ്രിട്ടീഷുകാരുടെ രണ്ടാമത്തെ ഗോള് അച്ചീവായി. എങ്ങനെയായി? എന്തായിട്ട് മാറി? മോഡറേറ്റ് എന്നും എക്സ്ട്രീമിസ്റ്റ് എന്നും ആയിട്ട് രണ്ടായിട്ട് ഡിവൈഡായി. ഇതറിയപ്പെടുന്ന പേരാണ് സൂറത്ത് സ്പ്ലിറ്റ്. ഓക്കെ, ഇത് ഇത്രയും ഇതുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ബംഗാൾ പാർട്ടീഷനുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പോ കോൺഗ്രസ് തന്നെ രണ്ടായിട്ട് ഡിവൈഡായി. മോഡറേറ്റ് എന്നും എക്സ്ട്രീമിസ്റ്റ് എന്നുമായിട്ട് രണ്ടായിട്ട് ഡിവൈഡായി. ഓക്കെ, ഇത്രയാണ് ബംഗാൾ പാർട്ടീഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്.